നമസ്കാരം. നാഗപ്പൂരിലെ വൈദികന്റെ അറസ്റ്റ് മനുഷ്യ സമൂഹത്തിന് അപമാനമാണെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്മാർ 5 പേരാണ് കേട്ടോ, ഒരാളല്ല അധ്യക്ഷൻ. 1 ബസേലിയത്ത്, 2 മാത്യൂസ്, 3 തൃതീയൻ, 4 തൊലിക്കൻ, 5 ബാവ. 5 അധ്യക്ഷന്മാരാ. എടോ തൊലിക്കൻസേ, നിങ്ങളവിടെ നടക്കുന്ന ആ ഓർത്തഡോക്സും യാക്കോബ സഭക്കാരും തമ്മിലുള്ള പള്ളി പിടിക്കലും ചവിട്ടി പൊളിക്കലും തെറി വിളിക്കലും അതൊക്കെയാണോ ഈ സമൂഹത്തിന് ഏറ്റവും വലിയ അപമാനം? ഇന്നിപ്പോൾ ന്യൂ ഇയറാ. സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ. ഈ ഭാരതത്തിനെയും അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളുടെയും പാരമ്പര്യത്തെയും പൈതൃകത്തെയും ചോദ്യം ചെയ്യുന്ന പ്രക്രിയ തുടരുന്ന പക്ഷം നിസ്സംഗരായിട്ടുള്ള സമൂഹത്തെ, ഹിന്ദു സമൂഹത്തെ അവഹേളിച്ച് അപമാനിച്ച് കുരിശു കൃഷിക്കാരായിട്ട് തുടരാനാണ് ഭാവമെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദു സമൂഹം മത്തഗജ മാന മതിച്ചു വരുന്ന ആനയെ നേരിടുന്ന പഞ്ചാസ്യൻ സിംഹത്തിൻ്റെ പോലെയാകും കേട്ടോ. സ്വയമേവ മൃഗേന്ദ്രത എന്ന ആപ്തവാക്യം മനസ്സിലുറപ്പിച്ച് ഇവിടെയുള്ള ക്രിസ്ത്യൻ കുരിശു കുസുമാടികൾക്ക് നേരെ ആഞ്ഞടിക്കും. വീണ്ടും നരസിംഹമാവും ഇവിടുത്തെ ഹിന്ദുക്കൾ. അവൻ നിൻ്റെയൊക്കെ മൂലാധാരങ്ങളൊക്കെ തകർക്കും കേട്ടോ. മാറ് പിറന്ന് കുടൽമാല പുറത്തെടുത്ത് കഴുത്തിനണിയും. നിർത്തിക്കോ നിങ്ങളുടെ കുരിശു കൃഷി, നിർത്തിക്കോ നിങ്ങൾ ഹിന്ദുക്കളെ അപമാനിക്കുന്ന തെമ്മാഴത്തിന് ഇപ്പം നിർത്തിക്കോ. അതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ലെങ്കിൽ അടുത്ത ക്രിസ്മസ്, അടുത്ത ന്യൂ ഇയർ ഇന്ത്യയിൽ വെച്ച് ആഘോഷിക്കേണ്ട വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ.